Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic GATT, that is GATT, that is General Agreement on Tariff and Trade, and the topic WTO, that is World Trade Organization. So first we can discuss what is GATT, that is GATT, General Agreement on Tariff and Trade. So the Bretton Woods Conference of 1944, which recommended the establishment of the IMF and World Bank, also recommended the establishment of an international trade organization, that is ITO. So at the International Conference on Trade and Employment held in 1946 at Havana, a proposal for establishing ITO, that is International Trade Organization, and was made with the objective of augmenting and maintaining world trade employment. So here we can discuss what is General Agreement on Tariff and Trade, that is in short we can say GATT. ഇപ്പോൾ ഒരു എന്താണ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ അഫെയർസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ജനറൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം. അതായത് എബ്രോഡിൽ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഫിക്സഡ് അല്ലേ പേയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് താരിഫുകളുണ്ട്, അതിന് താരിഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയായിരുന്നു അത് അതിൻ്റെ കണ്ടീഷൻസ്. അപ്പോൾ ഒരു GATT എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ എഗ്രിമെൻ്റ് ആണ് അല്ലേ, ഒരു വേൾഡ് ട്രേഡ് നടത്തുന്ന കമ്പനീസും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ചില എഗ്രിമെൻറ്റ്സ്. സോ ദ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് ഓഫ് 1944, അപ്പോൾ ഒരു 1944 നടന്ന ഒരു കോൺഫറൻസിൻ്റെ പേരാണ് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ്, which recommended the establishment of the IMF, and the World Bank also recommended the establishment of an international trade organization. അപ്പം നമ്മൾ രാജ്യവും അല്ലെങ്കിൽ വേറൊരു കൺട്രിയും തമ്മിൽ വ്യാപാര ബന്ധം അല്ലെങ്കിൽ ട്രേഡ് ബിസിനസ് നടത്തുമ്പോൾ വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെ ഒക്കെ റെക്കമെൻഡേഷനാണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പുറം രാജ്യമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്തുണ്ടാവണം, ഒരു ഫോറം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ വേണം അതിന് റൂൾസും റെഗുലേഷൻസൊക്കെ തരാൻ. അപ്പോൾ അങ്ങനെ ഒരു വേൾഡ് ബാങ്കിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻ ആയിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ വേണം എന്നുള്ളത്. അപ്പോൾ ഒരു ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് 1944 അങ്ങനെ റെക്കമെൻഡേഷൻ വരികയും So at the International Conference on Trade and Employment held in 1946 at Havana, a proposal for establishing, that is ITO, was made with the objective of augmenting and maintaining world trade and employment. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് എവിടെ നടന്നതാണ്, 1946 ഹവാനയിൽ വെച്ച് നടന്ന ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് കോൺഫറൻസ്. അവിടെ വെച്ച് തീരുമാനിക്കുകയുണ്ടായി എന്താണ്, ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ നമുക്ക് രൂപീകരിക്കുക. അതിൻ്റെ ശരിക്കുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേൾഡ് ട്രേഡ് അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനെ അഗ്യുമെൻറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതായിരുന്നു ആ ഒരു കോൺഫറൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. But though the Havana chapter of ITO was designed as a sort of international trade contribution, it could not materialize due to various difficulties. അപ്പം അങ്ങനൊരു ഫോറം നമ്മൾ കൊണ്ടുവന്നു എങ്കിലും അത് എന്താണ് നമ്മൾ വിചാരിച്ചത്ര ഒരു ഇമ്പോർട്ടൻസ് അതിന് വരിക അല്ലെങ്കിൽ അതിൻ്റെ ചില ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ആ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അത് പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുന്നത്. ബട്ട് എ ലാക്ക് ഓഫ് കോമൺ എഗ്രിമെൻ്റ് ഇല്ലേ, അപ്പോൾ അവിടെ ചില എഗ്രിമെൻറ്റ്സിൻ്റെ പോരായ്മ ഉണ്ട്. അതിനെ നമ്മൾ ഏതൊരു സംഘടന തുടങ്ങിയാലും നമ്മളതിൻ്റെ തുടങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചില ഡീമെറിറ്റ്സ് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും, വീണ്ടും അതിനെ വീണ്ടും മോഡിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും ചില കോമൺ എഗ്രിമെൻറ്റ്സ് ഇല്ലാതെ വരികയും ബട്ട് ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ലെസ് അംബീഷ്യസ് ഓർഗനൈസേഷൻസ് വർ ഫോം ഇൻ 1948 നോൺ ആസ് GATT. അങ്ങനെയാണെങ്കിൽ 1948 അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ITO എന്ന് പറയുന്ന ITO എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷനെ മോഡിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു പുതിയ ഓർഗനൈസേഷനാണ് GATT എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അതായത് 1948 വന്നത്.
സോ ദിസ് വാസ് സൈൻഡ് ഇൻ 1947. അപ്പോൾ അത് 47 സൈൻ ചെയ്തു. പിന്നെ അത് പ്രവർത്തനത്തിലേക്ക് വന്നത് 48 ആണ്. ബട്ട് സം 33 മേജർ ട്രേഡിംഗ് നേഷൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ രാജ്യം ഉൾപ്പെടെ 23 രാജ്യങ്ങളാണ് ശരിക്കും എന്തിനകത്ത് ഗാട്ട് എന്ന് പറയുന്ന ഒരു ഇതിനകത്തേക്ക് സൈൻ ചെയ്യുക. അതായത് നമ്മുടെ രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ നമുക്ക് എന്താ, അപ്പോൾ ഈ ഗാട്ടിനകത്തുള്ള എഗ്രിമെൻറ്റ്സ് അനുസരിച്ച് ഏത് രാജ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് നടത്താം. അതുകൊണ്ടാണ് ഇൻക്ലൂഡിങ് ഇന്ത്യ 23 മേജർ നേഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയത്. ആൻഡ് ദ മെമ്പർഷിപ്പ് ഹാസ് നൗ ഗോൺ അപ് ടു 128. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം 128 രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തിനകത്താണ്, ഈ ഗാട്ട് എന്ന് പറയുന്ന ഒരു ഫോറത്തിനകത്ത്. So as the name suggests, the agreement was concerned only with tariff and trade restriction and other related international matters. അപ്പം ഒരു ബിസിനസ് പരമായ ഒരു ഇൻ്റർനാഷണൽ മാറ്റേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് വയ്ക്കുക, താരിഫ് വയ്ക്കുക, അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇതിനകത്ത് ഗാട്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഡിസ്കസ് അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ. So the member nations meet at regular intervals to negotiate agreement to reduce quota, tariff and other restrictions on international trade. അപ്പം ഈ മെമ്പേഴ്സ് ഇല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞു 128 രാജ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, മെമ്പർഷിപ്പിലുണ്ട്, നമ്മുടെ രാജ്യം ഉൾപ്പെടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ മീറ്റിംഗ് കൂടുകയും അപ്പോൾ അവർക്ക് താരിഫുകൾ അല്ലെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസ്, എന്തെങ്കിലും ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചില കോട്ടാസൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ താരിഫ് റേറ്റുകൾ കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് അവരെന്ത് ചെയ്യും, ചെയ്തിരിക്കും. ആൻഡ് സോ ഗാട്ട് ഇസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് എമംഗ് മെമ്പർ നേഷൻസ്. അപ്പം ശരിക്കും ഗാട്ടുമായിട്ട് ഓരോ നേഷൻസിനും എന്താണ് ഒരു എഗ്രിമെൻറ്റ്, ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയും വേറൊരു രാജ്യം തമ്മിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ്, അത് ഗാട്ടിലൂടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. സോ ക്ലിയർ വിത്ത് ദ ടേം ഗാട്ട്, ദാറ്റ് ഈസ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അപ്പം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്താണ് ചില എഗ്രിമെൻറ്റ്സ് ആണ് ഇല്ലേ, എന്താണ് ട്രേഡ് എന്താണെന്നും അതിന് നമ്മൾ എത്ര രൂപ അല്ലെങ്കിൽ ഒരു താരിഫ് ഫിക്സ് ചെയ്തുകൊണ്ടുള്ള എഗ്രിമെൻറ്റ്, അതാണ് ഗാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗാട്ട്. So by reducing tariff barrier and eliminating discrimination in international trade, the GATT aims at, അതായത് ഒരു താരിഫ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചില താരിഫുകളൊക്കെ വരുമ്പോൾ ഒരു തടസ്സമാണ് ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ഈ ഗാട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് ആ താരിഫ് കുറയ്ക്കാം. പിന്നെ ഡിസ്ക്രിമിനേഷൻസ് ഇല്ല, ഇന്ന ആൾക്കാർക്ക് ബിസിനസ് ചെയ്തുകൂടാ, ഇന്ന മേഖലകൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നമുക്ക് എന്ത് ചെയ്യാം, ഗാട്ടായിട്ട് ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ഗാട്ടിനകത്ത് മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാം. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് എക്സ്പാൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പം ഗാട്ടിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻ്റർനാഷണൽ ട്രേഡിനെ എക്സ്പാൻഡ് ചെയ്യുക. എല്ലാ രാജ്യങ്ങളും എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് വരണം. ഇൻക്രീസ് ഓഫ് വേൾഡ് പ്രൊഡക്ഷൻ ബൈ എൻഷുറിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ പാർട്ടിസിപ്പേറ്റിംഗ് നേഷൻ. ഇനി അതോടൊപ്പം ഗാട്ടിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും എന്ത് വേണം, ഫുൾ എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ വേൾഡ് പ്രൊഡക്ഷൻ കൂട്ടുക. ആ കമ്പനിയിലെല്ലാം തന്നെ എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, പ്രൊഡക്ഷൻ കൂട്ടുക, അവർക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. അതാണ് ഗാട്ടിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ്. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്. പിന്നെ പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ വേൾഡ് റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഒരു രാജ്യം വേറൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് മെൻ, മണി, മെറ്റീരിയൽ, മെഷീൻ, മെത്തേഡ്, മാർക്കറ്റ് എന്തോ ആയിക്കോട്ടെ, 6 M's, അതിനെ നമ്മൾ മാക്സിമം ഡെവലപ്പ് ചെയ്യുക, മാക്സിമം അതുപോലെ ഫുൾ യൂട്ടിലൈസേഷൻ ഉണ്ടായിരിക്കണം. ദെൻ റേസിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് വേൾഡ് കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവേ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കൂടും. അതായത് ഒരു രാജ്യം വേറൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അതനുസരിച്ച് ബിസിനസ്സിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കൂടുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും ഗാട്ട് എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ്, ഒന്ന് എക്സ്പാൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ദെൻ ഇൻക്രീസ് ഓഫ് വേൾഡ് പ്രൊഡക്ഷൻ ബൈ എൻഷുറിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ പാർട്ടിസിപ്പേറ്റിംഗ് നേഷൻ. Third, we discuss development and full utilization of world resources, that is including 6 M's, that is men, money, material, machine, market and method in the other country. And the last is raising standard of living of the world community as a whole. ഇല്ലേ, അതായത് വേൾഡ് കമ്മ്യൂണിറ്റി, അതായത് ഇതിൽ അംഗങ്ങളായിരിക്കുന്ന ഏത് നേഷൻസ് വന്നാലും ആ വേൾഡിൽ എല്ലായിടവും തന്നെ എന്താണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ്
ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് GATT. അപ്പം ടുഡേ വി ഡിസ്കസ് what is GATT and the main objectives of GATT. In simple, we can say the GATT is a contractual agreement among member nations, and so we can say is that it is a less ambitious organization and formed in 1948, known as GATT. This was signed in 1947 by some 23 major trading nations including India, and the membership has now gone up to 128. And the name suggests the agreement, that is GATT means the agreement was concerned only with tariff and trade restrictions and other related international matters. So the member nation meet at regular intervals to negotiate agreements to reduce quotas, tariffs and other restrictions on international trade. And in conclusion, we can say is that it is a contractual agreement among member nations. So clear with the portion? I hope you are clear with the portion. So prepare well, study well. This is the end of today's session. Thank you.